കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകളിൽ ഉന്നം വെച്ച് കോൺഗ്രസ് ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും ഉൾപ്പെടെ ജോസഫ് ഗ്രൂപ്പ് സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കും. ഏറ്റുമാനൂരിന് പകരം പൂഞ്ഞാർ വേണമെന്ന നിലപാടിൽ ആണ് ജോസഫ് ഗ്രൂപ്പ്. ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് ഇടപെടുകയാണ്. സ്ഥാനാർത്ഥികളുടെ പട്ടിക നൽകാൻ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക ഏജൻസികളെ വെച്ച് ഈ മണ്ഡലത്തിൽ പഠനം നടത്തിയാകും പ്രഖ്യാപനം. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഇനിയും പ്രതിപക്ഷത്തിരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന ഒന്നല്ല. കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ സീറ്റുകളിൽ വിജയം നേടാൻ മുന്നണിക്ക് സാധിക്കും എന്നതും കോൺഗ്രസ് ഉറ്റുനോക്കുകയാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങൾ. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് അഭിലാഷ ഇതിന്റെ ലക്ഷ്യം. അത് കേവലം കോൺഗ്രസിന്റെ മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇപ്പുറത്ത് നിൽക്കുന്ന UDF-ൽ നിൽക്കുന്ന ഘടകകക്ഷികളൊക്കെ സംബന്ധിച്ച് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകളിലൂടെ, ചർച്ചകളിലൂടെ വിജയ സാധ്യത മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുക എന്ന തന്ത്രമാണ് ഉള്ളത്. കേവലം ഒരു ഘടകകക്ഷി ഉണ്ട് എന്ന് കരുതി അവർക്ക് പരമാവധി സീറ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ആ നിലയിലുള്ള സീറ്റ് വിഭജനമല്ല, വിജയ സാധ്യതയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. സ്ഥിരമായി ചില ഘടകകക്ഷികൾ തോൽക്കുന്ന സീറ്റുകൾ ഏറ്റെടുക്കുന്നു. അതിപ്പോ ജോസഫ് ഗ്രൂപ്പിന്റെ മാത്രമല്ല, ലീഗുമായും അത്തരം ചർച്ചകളുണ്ട്. പരസ്പരം മാറി മത്സരിക്കുന്ന സാധ്യതയൊക്കെ ലീഗുമായി ചേർന്നുള്ള ചർച്ചകളിൽ നേരത്തെ തന്നെ നമ്മൾ വാർത്തകൾ നൽകിയതാണ്. ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ കുറച്ച് വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഏറ്റുമാനൂർ സീറ്റ്. തൃക്കരിപ്പൂർ ഒരുപക്ഷെ ഇടത് സ്വാധീനമുള്ള സീറ്റാണെന്ന് പറയാം. പക്ഷേ ഏറ്റുമാനൂർ നേരത്തെയുള്ള കാലങ്ങളിൽ കേരള കോൺഗ്രസുകൾ ജയിച്ചതാണ്. പക്ഷേ സുരേഷ് കുറുപ്പിലൂടെ CPM അത് തിരിച്ചു പിടിക്കുന്നു. ഇപ്പോൾ VN വാസവൻ അവിടെ MLA ആയി, പിന്നീട് മന്ത്രിയൊക്കെ ആയി തുടരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കേരള കോൺഗ്രസുകൾക്ക് സാധ്യതയുള്ള ചില സീറ്റുകൾ പോലും ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ ലയിച്ച കേരള കോൺഗ്രസുകൾ ഉണ്ടായിരുന്ന സമയത്തുള്ള ശക്തി പിന്നീട് വിഭജിച്ച സമയത്ത് ജോസഫ് ഗ്രൂപ്പിനില്ല എന്നൊരു വിലയിരുത്തലാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി. ജില്ലയിലാകെ UDF-നുണ്ടായ വലിയ തോൽവി. ഏതാണ്ട് 71ഓളം പഞ്ചായത്ത് ജയിച്ച UDF ജയിച്ച സ്ഥലത്ത് LDF 71-ൽ 50ഓളം UDF ജയിച്ച സ്ഥലത്ത് അത്രത്തോളം LDF ജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ജില്ലാ പഞ്ചായത്തും പരമാവധി ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തിയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ അവിടെ ബാക്കിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് UDF-ന് ഒരു ബലമുണ്ട് എന്ന് കരുതുന്ന ജില്ലയായ കോട്ടയത്ത് പരമാവധി സീറ്റുകൾ നേരിട്ട് ഏറ്റെടുത്ത് മത്സരിക്കാനുള്ള തന്ത്രത്തിലേക്ക് കടക്കുന്നത്. ഏറ്റുമാനൂർ ഏറ്റെടുക്കുമ്പോൾ പകരം പൂഞ്ഞാർ സീറ്റ് തിരിച്ചു നൽകണം എന്ന ആവശ്യം കോൺഗ്രസിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ജോസഫ് ഗ്രൂപ്പ്. പക്ഷെ അതിലൊരു അന്തിമ ധാരണയായിട്ടില്ല. എന്തായാലും ഏറ്റുമാനൂർ സീറ്റ് ഒപ്പം തന്നെ തൃക്കരിപ്പൂർ സീറ്റ് ഒക്കെ ഏറ്റെടുക്കാനുള്ള തീരുമാനം ഏതാണ്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിന്നെയും തോൽക്കുന്ന സീറ്റുകളും, ഇപ്പൊ തിരുവല്ല, അവിടെ മാത്യു ടി തോമസ് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കേരള കോൺഗ്രസ് തോൽക്കുന്ന സാഹചര്യമാണുള്ളത്, UDF തോൽക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ അത്തരം സീറ്റുകളിൽ കുറച്ചുകൂടി പ്രബലരായ സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിന് തന്നെ ഉണ്ട് എന്നുകൂടി കണ്ടിട്ടാണ് അത് ജോസഫ് ഗ്രൂപ്പിന് അനുവദിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചില സർവേകൾ കൂടി, സ്വകാര്യ ഏജൻസികളുടെ സർവേ ഒക്കെ നേരത്തെ തന്നെ കോൺഗ്രസ് നടത്തിയിരുന്നതും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ചില നീക്കുപോക്കുകളും ധാരണകളും ഒക്കെ ഇടയ്ക്ക് നമ്മൾ ഡാനൊക്കെ വാർത്ത നൽകിയിരുന്നതാണ്. അതേ മോഡൽ തന്നെ അത് കേവലം കോൺഗ്രസിനെ മാത്രം ഉന്നവെക്കുന്ന അല്ല, ജോസഫ് ഗ്രൂപ്പിന് കൂടിയുണ്ട്. ഇത്തരം മണ്ഡലങ്ങളിലുള്ള 7 പേരുടെ പേരുകളാണ് ജോസഫ് ഗ്രൂപ്പിനോട് ആവശ്യപ്പെടുകയും അത് ജോസഫ് ഗ്രൂപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു സർവേ നടത്തിയായിരിക്കും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടാവുക. അതായത് മറ്റൊരു പാർട്ടി, സാധാരണഗതിയിൽ നടക്കാത്തതാണ്, മറ്റൊരു പാർട്ടിയുടെ ജനാധിപത്യപരമായ തീരുമാനത്തിൽ ഇടപെട്ടുകൊണ്ട് ആരാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്. പക്ഷെ അത് ഇവർക്കെല്ലാം അനിവാര്യമാണ്. കോൺഗ്രസിനും ജോസഫ് ഗ്രൂപ്പിനും മുസ്ലിം ലീഗിനും ഒക്കെ അനിവാര്യമാണ്. കാരണം ഇനിയൊരു തോൽവി കൂടി അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെയുണ്ട് UDF എന്ന സംവിധാനം ഇവിടെ ഫലത്തിലില്ലാതാകുന്ന നിലയിലേക്ക് പോകുന്നു. BJP ഒരു വശത്തുകൂടെ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. എന്തായാലും ഈ ഒരു ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട്. അതേസമയം പൂഞ്ഞാറിൽ ആര് എന്ന ചോദ്യത്തിന് ഇനിയും ഒരു ഉത്തരമായിട്ടില്ല. കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസ് ആണ് മത്സരിച്ചിരുന്നത്. ആ സീറ്റിൽ ചില യുവാക്കളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഇനിയും അന്തിമ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഈ അടുത്ത മാസത്തോടുകൂടി ഏതാണ്ട് ഇത് സംബന്ധിച്ചൊരു ധാരണകൾ, ഈ സീറ്റ് വെച്ചുമാറ്റം സംബന്ധിച്ചൊരു അന്തിമ ധാരണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും
കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരള കോൺഗ്രസ് അതിപ്പം എം എന്ന നിലയിൽ ഒരുമിച്ച് നിന്ന സമയത്തായിക്കോട്ടെ മത്സരിച്ചിരുന്ന ഒരു ഏറ്റുമാനൂർ സീറ്റാണ്. UDF-ൽ നിന്ന് മത്സരിച്ചിരുന്ന കേരള കോൺഗ്രസിനായിരുന്നു ആ സീറ്റ് ഫലത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം കാഞ്ഞിരപ്പള്ളി പോലുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് എം ലയിച്ചു നിന്ന സമയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റായിരുന്നു. അവിടെ പിന്നീട് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് ഈ കുട്ടനാടിനെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട്. പക്ഷെ ചങ്ങനാശ്ശേരി സംബന്ധിച്ച് നിലവിൽ എന്തായാലും ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചിരിക്കും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസിലെ പല നേതാക്കൾക്കും താല്പര്യം ഉള്ളൊരു സീറ്റ് കൂടിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അടക്കം അഭിപ്രായങ്ങൾ അവിടെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വ്യാപകമായി ഇങ്ങനെ വെട്ടിച്ചുരുക്കലിലേക്ക് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ നേരത്തെ ഇപ്പോൾ 9 സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. അത് ഒരു പരിധിവരെ 7 അല്ലെങ്കിൽ അതിൽ താഴെ 4 5 ഒക്കെ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ശ്രീജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ വിട്ടുപിടിക്കുമ്പോൾ നിലവിൽ ജോസഫ് ഗ്രൂപ്പിനെ സംസ്ഥാന പാർട്ടി എന്ന നിലവിൽ ഉള്ള ഒരു അംഗീകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2 MLA-മാരും ഒരു MP-യും 15 വർഷത്തിന് ശേഷമാണ് ജോസഫ് ഗ്രൂപ്പിന് ഒരു MP-യെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. നിലവിൽ 2 MLA-മാരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ സീറ്റുകൾ വെട്ടിച്ചുരുക്കിയാൽ അതിന് പൂർണ്ണമായും വഴങ്ങാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറാകുമോ? അതിനപ്പുറത്ത് പകരം കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റ് UDF-ലെ മറ്റ് സീറ്റുകളോ ആവശ്യപ്പെടുന്ന ഒരു നിലപാടിലേക്ക് കേരള കോൺഗ്രസ് പോകുമോ? അങ്ങനെയൊരു കരുത്ത് അല്ലെങ്കിൽ വിലപേശൽ എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് സാധ്യമാണോ? വിലപേശൽ ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കാം. പക്ഷെ ആ വിലപേശലിന് അധികം ബലമുണ്ടാകില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പ് നോമിനേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് പോലും UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകളൊക്കെ ഒരു തീരുമാനമാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ പറ്റില്ല. ഇത്തവണ അങ്ങനെ ഒരു കളിയല്ല നടക്കാൻ പോകുന്നത്. ഇത്തവണ വളരെ ഗൗരവമേറിയ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിലപേശൽ രാഷ്ട്രീയം ഉണ്ടായാൽ തന്നെ അത് വളരെ മുൻപേ അവസാനിപ്പിക്കുക എന്ന തന്ത്രമുണ്ട്. പക്ഷെ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചും ചില ധാരണകളുണ്ട്. പ്രത്യേകിച്ച് ഈ ചില സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകിയാൽ അത് മുന്നണിക്ക് ഗുണമാകുമെങ്കിൽ ആകട്ടെ എന്നൊരു ചിന്ത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ കടുംപിടുത്തമില്ലാതെ ഏറ്റുമാനൂർ സീറ്റിന്റെ കാര്യത്തിൽ അവരങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിരവധി നേതാക്കളുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഇതൊരു പ്രതിസന്ധിയായി മാറുമോ എന്ന സംശയം ബാക്കിയാണ്. കാരണം പല നേതാക്കളും ഒരുപക്ഷെ ഈ സീറ്റ് കിട്ടാതെ വരുന്നതോടെ മറുകണ്ഠം ചാടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരള കോൺഗ്രസിൽ അതൊരു തെരഞ്ഞെടുപ്പ് കാല വ്യായാമം എന്ന നിലയിൽ തന്നെ പലപ്പോഴും കാണാറുണ്ട് ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ മറുകണ്ഠം ചാടുന്ന രീതിയൊക്കെ. അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ പോകുമോ എന്നുള്ള കാരണം എല്ലാവർക്കും ഇപ്പൊ തോൽക്കുന്ന സീറ്റാണ്. ഇപ്പൊ തൃക്കരിപ്പൂർ പോലെയുള്ളത് ഒന്നും തോൽക്കുന്ന സീറ്റാണെങ്കിൽ പോലും അവിടെ ഒന്ന് മത്സരിക്കാം. അവിടെ ഒരു സ്ഥാനാർത്ഥി ആയിട്ടുണ്ട്, MLA സ്ഥാനാർത്ഥി ആയിട്ടുണ്ട് എന്നുള്ളത് ഈ നേതാക്കളെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിട്ടുകൊടുക്കൽ അത് ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. തൊട്ടപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിനെ LDF വലിയ രീതിയിലാണ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 13 സീറ്റ് കൊടുക്കുകയും പിന്നീട് പേരാമ്പ്ര വിട്ടുകൊടുത്ത് അങ്ങനെ 12 സീറ്റിലേക്ക് എത്തുന്നു. അതായത് കേരള കോൺഗ്രസ് എം എന്ന നിലയിൽ UDF-ൽ നിന്നപ്പോൾ പോലും എം മാത്രമായി, ജോസഫ് ഗ്രൂപ്പ് ഇല്ലാതെ നിന്നപ്പോൾ പോലും 9 സീറ്റ് മാത്രമായിരുന്നു KM മാണി ഉണ്ടായിരുന്ന കാലത്ത് ലഭിച്ചിരുന്നത്. അതിനുമപ്പുറത്തേക്ക് KM മാണിക്ക് ശേഷം അത്രയധികം തലയെടുപ്പുള്ള നേതാക്കളൊന്നും ആ പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ട് കൂടി LDF ഒരു 12 സീറ്റ് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും ആ പാർട്ടി അത്രത്തോളം പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. എങ്ങനെ പ്രകടമാകുമെന്നതാണ് ഈ സീറ്റ് ധാരണയിലും ചർച്ചകളിലുമൊക്കെ ഇനി ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പുടിപ്പാറ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പുടിപ്പാറ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പുകൾ എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു എന്നതുപോലെ നിർണായകമാണല്ലോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതും. ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ജോസഫ് ഗ്രൂപ്പിന്റെ 2 സീറ്റുകൾ അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് പകരം ഏതെങ്കിലും സീറ്റുകൾ നൽകുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. താങ്കളുടെ നിഗമനം എന്താണ്? ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ജോസഫ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അതിന് വഴങ്ങുമോ?